കേരളത്തിൻ്റെ ഒരു ആരാധനാലയമാണ് ശബരിമല. ആ ശബരിമല വലിയ വിവാദമാക്കാൻ സംഘപരിവാർ തുടങ്ങിയല്ലോ. എന്താണ് അവരുടെ ഉദ്ദേശം? അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ അയ്യപ്പനോടൊപ്പം വാവരുമുണ്ട്. വാവർക്കും പ്രധാന സ്ഥാനമുണ്ട്. ഇത് സംഘപരിവാറിന് യോജിക്കാനാവുന്നില്ല. ഒരു മുസ്ലിമിന് അങ്ങനെ സ്ഥാനം കൊടുക്കാൻ പാടുണ്ടോ എന്നതാണ് സംഘപരിവാരെ ചൊടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വാവരല്ല എന്നും മറ്റൊരു പേരുകാരനാണെന്നും വാവരെ ഏതെല്ലാം തരത്തിൽ സമൂഹത്തിന് കൊള്ളാത്തവനായിട്ട് ചിത്രീകരിക്കാമോ ആ തരത്തിലൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടന്നത്. ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ? അത് ശബരിമലയെ അംഗീകരിക്കുന്ന, അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകൾക്ക് തന്നെ അംഗീകരിക്കാനാകുന്നുണ്ടോ? എല്ലാവരും അതിനെതിരെ രംഗത്ത് വന്നു. പക്ഷെ നമ്മൾ കാണേണ്ടത് ഇവർക്ക് സംഘപരിവാറിന് മേധാവിത്വം കിട്ടിയാൽ നഷ്ടപ്പെടുക ഇതടക്കമാണ്, ശബരിമലയുടെ സ്വഭാവമടക്കമാണ്. ഏതിലും തങ്ങളുടെ സങ്കുചിത ചിന്തകൾ അടിച്ചേൽപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുക. ഒരു കാലത്ത് വലിയ തോതിൽ ജാതിഭേദവും മതദ്വേഷവുമെല്ലാം ഉണ്ടായൊരു നാടാണിത്. ആ നാടിനെ നോക്കിയാണ് ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ ആക്ഷേപിച്ചത്. ആ ഭ്രാന്താലയത്തെ ഉന്നതമായ മാനവികത പുലർത്തുന്ന ഒരു മനുഷ്യാലയമാക്കി മാറ്റാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. അതിലെ നവോത്ഥാനം വഹിച്ച പങ്ക് ചെറുതല്ല. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാക്കി കേരളത്തെ മാറ്റാനാണ് ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ ശ്രമിച്ചത്. ഇതെല്ലാം തകരും. ഇതിനെല്ലാം തകർക്കാനാണ് ഈ വിഭാഗം ശ്രമിക്കുക.